ശുഹദാക്കളെ കുറിച്ച് അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു. വേങ്ങരയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ബദരീങ്ങളെ അനുസ്മരിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബദർ കഴിഞ്ഞിട്ട് ഞമ്മക്ക് 1500 കൊല്ലായി, ബദരീങ്ങൾക്ക് ബദർ കഴിഞ്ഞിട്ട് 1.5 ദിവസമായിട്ടുള്ളൂ. കാരണം ഓല അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കാണല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ യൗമുന് ഇന്ധന അൽഫസനത്തിൻ മിമ്മാ തഉദ്ദൂൻ എന്നാണല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ 1000 കൊല്ലാണ് നമ്മളെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1500 കൊല്ലം എന്ന് പറഞ്ഞാൽ 1.5 ദിവസം. അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരെ കൂട്ടിയാലേ ഞമ്മക്കിപ്പോൾ അത് 150 കൊല്ലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ആ അടക്കൊക്കെ ഒന്നിങ്ങനെ ചുരണ്ടിയിട്ട് വെറ്റില മുറുക്കണ ഒരു നേരം എന്ന് പറയാം. അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ആ രസമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അന്നാ കുത്തിയാ കുത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു നേരം, അതാണല്ലോ പോലും സംബന്ധിച്ചായത്. നമ്മളിപ്പോൾ 150ാമത്തെ ആണ്ടാണ് എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഓൽക്ക് ആകെ കുറച്ച് സമയം ഇപ്പോൾ ആയിട്ടുള്ളൂ. ഒരു ദിവസമാണെങ്കിൽ തന്നെ 1000 കൊല്ലം കഴിയണം എന്നാണല്ലോ. അങ്ങനെയല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ജീവിച്ചിരിക്കും പോലെ അല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഫളിൽ എന്ന് പറഞ്ഞ സംഗതി അതന്നെയാണ്. പിന്നെ അവിടെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, യുർസഖൂൻ എന്നാണ് പിന്നെ പറഞ്ഞൊരു കാര്യം. യുർസഖൂൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഈ ജീവിച്ചിരിക്കലും ജയിലിലും ജീവിക്കുന്നുണ്ടല്ലോ സംഗതിയിൽ പറയുകയാണെങ്കിൽ തിന്നാൻ കിട്ടും ചെയ്യും. പക്ഷെ തിന്നിരിക്കുക എന്ന് അതിന് പറയില്ല. തിന്നിരിക്കുക എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒന്നിങ്ങനെ പീടിയിലൊക്കെ ഒന്നാണ് പോയി ആ മന്തിയൊക്കെ കൊണ്ട് ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു അതാണ് ഈ തിന്നിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഫരിഹീന ബിമാ ആതാഹുമുള്ള, അള്ളാഹു കൊടുത്തതിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പിന്നെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റുള്ളവരെ അപേക്ഷിച്ചുകൊണ്ട് ശുഹദാക്കൾക്ക് ഒരുപാട് ഫളിലുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും യുദ്ധം ഉണ്ടായതുകൊണ്ട് ഓല് വലിയ ആൾക്കാരായതാണെന്ന്. സംഗതിയിൽ അങ്ങനെയല്ല, വലിയ ആൾക്കാരായതുകൊണ്ട് യുദ്ധം ഉണ്ടായതാണ്. ഇപ്പൊ റമദാൻ മാസമായിട്ട് ബദരീങ്ങളൊക്കെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി, ഒരു ബദറിന് ഉണ്ടാകുകയാണെങ്കിൽ ഒന്നങ്ങോട്ട് ഇറങ്ങായിരുന്നു. ബദർ ഉണ്ടായതുകൊണ്ട് ബദരീങ്ങൾ വലുതായതല്ല. ശരിക്ക് ബദരീങ്ങൾ വലുതായതുകൊണ്ട് ബദർ ഉണ്ടായതാണ്. മുട്ടിച്ചിറ യുദ്ധം ഉണ്ടായതുകൊണ്ട് ശുഹദാക്കൾ വലുതായതല്ല. ഓല് വലിയ ആൾക്കാരായതുകൊണ്ട് അത് ഉണ്ടായതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കുറച്ച് ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം. ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ ഈ ശരീഅത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ഈ ശരീഅത്തിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലെ, നിങ്ങൾ ഭൂമിയിൽ പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ ലഫ്ള് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളെ ഭാഷയ്ക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിൽ തങ്ങി നിൽക്കണ ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു അനുഭവം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്ന ഒരു സംഭവമാണ്. കാരണം എന്നത് പറയാറ്. അങ്ങനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വഴിവിട്ട് നടന്നിരുന്ന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 3 മലക്കുകൾ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് ഭൂമിയിൽ വന്നു. ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. ഇബ്രാഹിം നബിയുടെ അതേ കാലക്കാരനാണ് സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെന്നപ്പോൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ 3 ആൾക്കാർ വരുന്നുണ്ടപ്പോൾ ഇബ്രാഹിം നബി കരുതി വിരുന്നേരാണെന്ന്. മൂപ്പര് വിരുന്ന് സൽക്കാരത്തിൽ വളരെ ഉഷാറായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി, നല്ലൊരു ഭക്ഷണം പാചകം ചെയ്തു. തിന്നാൻ നേരത്തെ ഓല ഒഴിച്ചിട്ട് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എന്നാൽ കയ്യൊഴിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞു, ഞങ്ങളങ്ങനെ തിന്നണ ഐറ്റമൊന്നുമല്ല, ഞങ്ങൾ മലക്കുകളാണ് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ എന്തിനെ പോകുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞങ്ങള് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ സംഗതി ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്തുതരാം, വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് കെട്ടിച്ചേരാം, എന്ത് വേണമെങ്കിലും ചെയ്യാറുണ്ടോ പറഞ്ഞു.
ഞങ്ങളങ്ങനെ സമ്മതം വാങ്ങാൻ വേണ്ടി വന്നതൊന്നുമല്ല, വിവരം പറയാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങളാണ് നശിപ്പിച്ചു പറഞ്ഞു. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബിരിലെ എങ്ങനെ നശിപ്പിച്ചതെന്ന് ഒന്നിങ്ങോട്ട് പറയുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഞാൻ എൻ്റെ ചിറകുകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ കൗത്തിയതാണ് എന്ന് പറഞ്ഞു. 6000 ചതുരശ്ര കിലോമീറ്ററാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്. ചിറകുകൊണ്ട് ഒന്നിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കൗത്തി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ 70,000 ചിറക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനുണ്ട്. ആമാതിരി 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പം 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യം? ബദർ ഉണ്ടായതിനാൽ ബദരീങ്ങൾ വലുതായതല്ല, ബദരീങ്ങൾ വലിയ ആൾക്കാരായതിനാൽ അവർക്കൊരവസരം എന്ന നിലയിൽ ബദർ ഉണ്ടായതാണ്. എല്ലാ ശുഹദാക്കന്മാരെയും ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ വലിയ ആൾക്കാരായതുകൊണ്ട് ഓൽക്ക് അല്ലാഹു തആല നൽകിയ ഒരവസരമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഭക്ഷണം കഴിച്ചും അവൻ നൽകിയതിൽ സന്തോഷിച്ചുകൊണ്ടും ജീവിച്ചിരിക്കുക എന്ന ശുഹദാക്കളുടെ വലിയൊരു മർത്തബ. ഒരുപാട് ആളുകൾ അത് ആഗ്രഹിച്ചു നേടി, ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു നേടി. പല ആളുകൾക്കും അല്ലാഹു തആല നേർക്ക് നേരെ അവസരം കൊടുത്തു, ചില ആൾക്കാർക്ക് നേർക്ക് നേരെ അല്ലാതെ അവസരം കൊടുത്തു. ഉദാഹരണമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പാമ്പ് കടിച്ച് മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ കൂലിയാണെന്നാണ്. ഗുഹയിൽ വെച്ച് കടിച്ച പാമ്പിൻ്റെ വിഷം ഇളകി ഷഹീദായാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അപ്പോൾ ശുഹദാക്കന്മാരുടെ ഫളിൽ എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റുള്ള എല്ലാവരും തവസ്സുൽ ചെയ്യുന്നതിനേക്കാളും ശുഹദാക്കന്മാരെ തവസ്സുൽ ചെയ്യുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അത് അവർ പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിലെ പ്രത്യേകത. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ശനിയാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു എന്ന് താരീഖിലുണ്ട്. സയ്യിദുൽ ഉലമ പറഞ്ഞു, ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാറുണ്ടായിരുന്നു എന്ന്. ഇനി രണ്ടാം ഭാഗം ഈ യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ശുഹദാക്കന്മാരുടെ താരീഖാണ്. ആദ്യം മൊത്തത്തിൽ താരീഖ് പഠിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഹദീസിന്റെ വെളിച്ചത്തിലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണും, ദിക്റുൽ അംബിയാ ഇബാദത്തുൻ ദിക്റുസ് സാലിഹീന കഫാറത്തുൻ. അംബിയാക്കളെ പറയൽ ഇബാദത്തും സാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാണ്. അവിടെ ദിക്ർ എന്നുള്ളതിന് 3 അർത്ഥമാണ്. ഒന്ന് ആലോചിക്കുക, 2 പേര് പറയുക, 3 ചരിത്രം പറയുക. ദിക്റിന് 3 അർത്ഥങ്ങളാണ്. ഒന്ന് ആലോചിക്കുക, ഒന്നുമില്ല വെറുതെ ഇങ്ങനെ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ കൂലിട്ടും. അത് ദിക്റിന്റെ ഒന്നാമത്തെ അർത്ഥമാണ്. ചിന്തിക്കുക, ആലോചിക്കുക. രണ്ടാമത്തെ അർത്ഥം പേര് പറയാ. ശ്രോതാക്കന്മാരെ പേരിങ്ങനെ പറഞ്ഞു. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരിങ്ങനെ പറഞ്ഞു. തസ്ബീഹ്മാല എടുത്തിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അങ്ങനെ പറഞ്ഞാൽ കൂലിട്ടോ. അത് ദിക്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അതാണ് നമ്മൾ 1000 വട്ടമൊക്കെ യാ ഷെയ്ഖ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത്. ബദരീങ്ങളുടെ പേരിങ്ങനെ പറയും നമ്മൾ. അലിഫൻ സുബൈറുൻ യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബഹിയുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വെറുതെ ഇങ്ങനെ പേര് പറയാം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അവരുടെ താരീഖുകൾ പറയുക എന്നതും ദിക്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അവിടെയാണ് താരീഖ്. ഇനി ചരിത്രം എന്ന് പറയുന്ന സംഗതി പഠിക്കുകയും പറയുകയും ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏത് ചരിത്രം അങ്ങനെയാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ചരിത്രം പഠിച്ചാൽ മനസ്സിനൊരു ഉറപ്പ് കിട്ടും. പല വിഷയങ്ങളിലും മനസ്സുറപ്പ് കിട്ടും ചരിത്രം പഠിച്ചാൽ. അത് നമ്മൾ മുസ്ലിം ലോകത്തിന്റെ താരീഖ് പഠിച്ചാൽ കിട്ടും, അംബിയാക്കളുടെ താരീഖ് പഠിച്ചാൽ കിട്ടും. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം,
സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ് ജീവിച്ചത്. മഹാനവർകൾക്ക് ജിന്നുകളും മലക്കുകളും ഖിദ്മത്തിനുണ്ടായിരുന്നു, ജിന്നുകളും ഇൻസുകളും ഖിദ്മത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ ജിന്നുകൾക്കൊരു സ്വഭാവമുണ്ട്, മനുഷ്യന്റെ മാതിരിയല്ല. മനുഷ്യൻ എന്തേലും ഒരു പണി ഏൽപ്പിച്ചാല് ആ പണി കഴിഞ്ഞാൽ വിശ്രമിക്കും. ജിന്നിന് എന്തേലും ഒരു പണി ഏൽപ്പിച്ചാല് ആ പണി കഴിഞ്ഞിട്ട് അടുത്ത പണി ഇല്ലെങ്കിൽ അടുത്ത പണി ബാത്തിലാക്കും. അങ്ങനെയാണ്. അപ്പൊ മനുഷ്യനെ നമ്മളൊരു പണി ഏൽപ്പിച്ചാൽ ആ പണി കഴിഞ്ഞാൽ ഒരു കസാല ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, വിശ്രമിക്കും. ജിന്നിന് അങ്ങനെയല്ല, ഒരു പണി എൻ്റെ ഏൽപ്പിച്ചാൽ ആ പണിയും കഴിഞ്ഞിട്ട് മുതലാളി നോക്കണില്ലെങ്കിൽ എടുത്ത സാധനങ്ങളെ പൊളിച്ചിടും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജിന്നിനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പണി ഏൽപ്പിക്കുമ്പോൾ കുറച്ച് നീളത്തിൽ ഏൽപ്പിക്കും. ചിലപ്പോൾ ഒരു മാസത്തൊക്കെ ഒന്നിച്ചണ്ട് ഏൽപ്പിക്കും, 3 മാസത്തെ ഏൽപ്പിക്കും. ഒരു പ്രാവശ്യം ഏകദേശം ഒരു 2 കൊല്ലത്തിനുള്ള പണിയണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പൂശി കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, അതെടുത്ത് തലയിൽ സ്ഥിരമായി ധരിക്കാറുള്ള രാജാധികാരത്തിൻ്റെ അടയാളമായ കിരീടവും വെച്ച് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ കയറി മഹാനവറുകൾ തൻ്റെ വടിയിലേക്ക് ചാരി നിസ്കരിക്കാൻ തുടങ്ങി. ആ നിസ്കാരത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വഫാത്തായി. ജിന്നുകളെ അടക്കം വന്നിട്ട് ജനലിനുള്ള കൂടെ ഒന്നിങ്ങനെ നോക്കും. അപ്പൊ മൂപ്പരിങ്ങനെ നിസ്കരിക്കണതായിട്ട് കാണുമ്പോൾ പിന്നെയും പണിയെടുക്കും. പിന്നെ അടക്കം വന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ മൂപ്പര് നിസ്കരിച്ചാണ് പോലെ പിന്നെയും പണിയെടുക്കും. അങ്ങനെ ഏകദേശം 2 കൊല്ലാണ് പണിയെടുത്തു. അപ്പോഴേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചാരി നിന്നിരുന്ന മിൻസഅത്ത് വടി ചെതല് തിന്നിട്ട് വടി വീണതിനാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വീണു. അപ്പോൾക്ക് മനസ്സിലായി ഇത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ടുണ്ട്. ഇതെന്താ പറയണെന്ന് വെച്ചാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ട് 2 കൊല്ലം രാജാധികാരം നടത്തിയിട്ടുണ്ട്. നമ്മൾ മരിക്കണതിന് മുന്നേ തന്നെ മരിച്ച മാതിരി ആയിട്ടുണ്ട്. അങ്ങനെയാണ് സംഗതി. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പക്ഷെ മരിച്ച മാതിരിയാണ്. എന്നാൽ നമ്മളെ നേതാവ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ട് 2 കൊല്ലം രാജാധികാരം നടത്തിയിട്ടുണ്ട്. ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളിലൊരു കരുത്ത് ഇങ്ങനെ വരും. അതാണ് ചരിത്ര പഠനത്തിൻ്റെ 1ാമത്തെ പ്രാധാന്യം. ഈ ചരിത്രം അങ്ങനെ തന്നെയാണ്, ഞാൻ അതിലേക്ക് വരുന്നു. 2ാമത്തെ കാര്യം, നിയ്യത്തുകൾ ഉറക്കാൻ ചരിത്രം വേണ്ടി വരും. മനസ്സിൽ നിയ്യത്ത് ശരിയായി കിട്ടാൻ ചരിത്രം വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊക്കെ നാട്ടിൽ വെള്ളിയാഴ്ച പോത്തിനിറക്കും, ഞായറാഴ്ച ഇറക്കും, ചിലപ്പോൾ എല്ലായിടത്തും എല്ലാ ദിവസവും ഇറക്കും. മുമ്പൊക്കെ വെള്ളിയാഴ്ച മാത്രമാണ് ഇറക്കുക. വെള്ളിയാഴ്ച പോത്തിനെ ഇറക്കാൻ നല്ലൊരു വൃത്തിയുള്ള പോത്തിനെ തലേ ദിവസം ഒന്ന് കൊടുന്ന് കണ്ടം കാട്ടണം, ഒന്നിങ്ങനെ കെട്ടിയ ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ കാണണം, നല്ലൊരു വൃത്തിയുള്ള പോത്ത്. പിന്നെ അതിന് വേണ്ട എന്താ വെച്ചാൽ ബിസ്മില്ലായിട്ട് അറക്കാൻ പറ്റണ ആൾക്കാർക്ക് വിശ്വാസമുള്ള നല്ലൊരു മൊല്ലാക്ക വേണം. പിന്നെ അറക്കാൻ വേണ്ടത് മൂർച്ചുള്ള ഒരു കത്തിയും വേണം. ഇങ്ങനെ 3 സാധനമാണ് പോത്തിനിറക്കാൻ വേണ്ടത്. 1 നല്ലൊരു പോത്തും കുട്ടി, 2 അറക്കാൻ പറ്റിയൊരു മൊല്ലാക്ക, 3 മൂർച്ചുള്ള ഒരു കത്തി. സംഗതിയിൽ ഉദഹിയത്തറക്കാനും ഇതന്നെയുള്ള വേണ്ടത്. വലിയൊരുനാക്ക് ഉദഹിയത്തറക്കാൻ, ശ്വാതാക്കളെ നേർച്ചക്ക് പോത്തിനിറക്കാനും വേണ്ടത് തന്നെയാണ്. നല്ലൊരു പോത്തും കുട്ടി വേണം, അറക്കാൻ പറ്റിയൊരു മൊല്ലാക്കും വേണം, മൂർച്ചുള്ളൊരു കത്തിയും വേണം. എന്നാൽ വെള്ളിയാഴ്ചയിലെ പോത്തിൻ്റെ അറവും ഉദഹിയത്തിൻ്റെ അറവും തമ്മിൽ വ്യത്യാസമാകുന്നത് ഉദഹിയത്തിൻ്റെ അറവിൻ്റെ നേരത്തെ കൽബുക്കൊരു താരീഖുണ്ട് ഓർമ്മ വരും എന്നുള്ളതാണ്. അത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയതും അറുക്കാൻ തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആടിനേറ്റ് വരും എന്ന ഒരു ധൈര്യത്തിലുമല്ല, അറക്കാൻ തന്നെ. ഞമ്മക്കിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വലിയൊരു ബേജാറൊന്നും തോന്നൂല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് കുഴപ്പമില്ല, അറുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് നമ്മളെ മനസ്സ് നമ്മോട് ഇങ്ങനെ ചോദിക്കും. ഞാൻ എത്ര ഉഷാറായിട്ട് പറഞ്ഞാലും ചോദിക്കും, അങ്ങനെ നമ്മൾ പറയേണ്ടത് ആവശ്യമില്ല. സംഗതിയിൽ അത് ജിബ്രീൽ സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് വന്ന കേസല്ല ഇപ്പം നിങ്ങളാ പറയണത് എന്ന് ചോദിക്കും. നമ്മൾ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം സ്വർഗത്തു നിന്ന് ആടുമായി വരും എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടില്ല. അങ്ങനെ ഒരു സന്ദേശമില്ല, ഒരു പ്രതീക്ഷയില്ല. അറക്കാൻ തന്നെയാണ് കൊണ്ടുപോണത്. ഇപ്പൊ ജീവൻ പോകുന്നുള്ള അലയെ തന്നെയാണ്
വാപ്പ നിങ്ങളോടുള്ള കൽപ്പന നിങ്ങൾ നിർവഹിക്കണം, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പറയുകയും ചെയ്യുന്നത്. ആ സമയത്ത് അല്ലാഹു തആല അത് കബൂൽ ചെയ്യുകയും സ്വർഗത്തിൽ നിന്ന് ആടിനെ പറഞ്ഞേക്കുകയും ചെയ്തു എന്ന താരീഖ് കൽബിക്ക് വരുമ്പോഴാണ് ഉദ്ഹിയ്യത്തിന്റെ നിയ്യത്ത് മനസ്സിലാണ്ട് ഉറക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, താരീഖുകൾ നമ്മൾ പറയുന്നത് അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആവുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ അതുപോലെ ആവുക, അല്ലെങ്കിൽ എനിക്ക് ആവാൻ പറ്റിയില്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അതേമാതിരി ആകുക. എല്ലാ കാര്യങ്ങളും നമുക്ക് അതേമാതിരി ചെയ്യാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല. ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവാൻ പറ്റും, അതിന് വലിയ കൂലി കിട്ടും. ഒരാൾ എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന് പള്ളിക്ക് ജമാഅത്തിന് മുടങ്ങാതെ പോണ ഒരാളാണ്. അയാൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കാലെവിടെയോ വെച്ചുത്തിയാണ്ട് വീണിട്ട് കേടെന്നു. അങ്ങനെ ഡോക്ടറെ എത്തിയാന്നാവോ പറഞ്ഞു ചിരട്ട ഇളകിയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ മാവിട്ട് കാലും നീട്ടിയിട്ട് ഒരു കസാലയിൽ ഇരുന്ന് വേറെ കസാലയ്ക്ക് കാലും നീട്ടിങ്ങാണ്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അസംസ്കരിക്കാൻ വേണ്ടി പള്ളിക്കൊക്കെ ഇങ്ങനെ പോണു. അപ്പം അയാൾക്ക് തോന്നി, പഠിച്ചോനെ കാല് കിടന്നിട്ടുള്ള റബ്ബേ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നിയാൽ ആ സങ്കടത്തിന് പോയതിൻ്റെ കൂലി കൊടുക്കും. ഓനുണ്ടായ ആ സങ്കടത്തിന് പോയതിൻ്റെ കൂലി അല്ലാഹു തആല കൊടുക്കും. അപ്പം അതുപോലെ ആകുക എന്ന് പറഞ്ഞതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് അതുപോലെ ആവുക, ചില കാര്യങ്ങളൊക്കെ കഴിയണതൊക്കെ അതേമാതിരി ആവണം. എന്നാൽ ചിലത് കഴിയാത്തതുണ്ട്. കഴിയാത്തതിൽ നമുക്കൊരു സങ്കടം വേണം, പഠിച്ചോനെ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ. സത്യത്തിൽ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നലുണ്ട് നമ്മൾ ചെയ്യണത് തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. 30 നോലും പെട്ടിന്ന് വിചാരിക്കുക. 30ാമത്തെ തറാവീഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒപ്പമുള്ള ആൾക്കാരോട് പറയും, അൽഹംദുലില്ലാഹ് ഈ കൊല്ലത്തെ റമളാൻ മാസം കൊണ്ട് മുതലായി. എന്തേ 30 നോൽമ്പാണ് കിട്ടി, 30 തറാവീഹാണ് കിട്ടി, 30 കൊണ്ട് നിസ്കരിച്ചു എന്നൊക്കെ നമ്മളെ ആ അവതരണം കേട്ടാൽ തോന്നും സ്വർഗത്തിൽ സ്ഥലം ചിലപ്പം കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം 30 നോൽമ്പിട് കിട്ടിയിക്കല്ലേ. അങ്ങനെ നമുക്കങ്ങനെ തോന്നുക. അങ്ങനെ താരീഖ് ഇങ്ങനെ വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി ഫർദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, റവാത്തിബ് സുന്നത്തുകൾ കഴിഞ്ഞതിന് ശേഷം 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഉറങ്ങൽ പതിവില്ല എന്നിങ്ങനെ വായിക്കും. മനസ്സിലാവും ഇന്റെ 30 ഒടുക്കും എത്തിയിട്ടില്ല. ഇതിനാണ് താരീഖ്. അപ്പോൾ ഒന്ന് അതുപോലെ ആവാൻ, അതുപോലെ ആകണേന് രണ്ട് ഭാഗമാണ്. പറ്റുമെങ്കിൽ അതേമാതിരി ആവണം, പറ്റൂലെങ്കിൽ പഠിച്ചോനെ ഞാൻ എവിടേക്കും എത്തിയിട്ടില്ലല്ലോ റബ്ബേ എന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാവുക എന്നതാണ് ചരിത്ര പഠനത്തിൻ്റെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ടിച്ചിറ ശുഹദാക്കളുടെ താരീഖിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ 1841 നവംബർ മാസത്തിലാണ്, ശവ്വാൽ 6-നാണ് യുദ്ധം നടക്കുന്നത്. നേരിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് ചരിത്രങ്ങളിൽ പൊതുവെ ഉള്ള ഒരു സംഗതിയാണ്. ചെറിയ ചെറിയ പരനോടത്തും എഴുതി വെച്ചോടത്തൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നത്. 1841 1820 കാണം തീരായി വാങ്ങിയിട്ടുള്ള ഒരു സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയാണ് യുദ്ധത്തിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ അതിൻ്റെ മുമ്പുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് 1820-കൾ എന്ന് പറയുന്നത്. പള്ളിപ്പുറം യുദ്ധം നടന്നു. എൻ്റെ നാട് കൊളത്തൂരിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളുടെ അനന്തരഫലം, അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഘട്ടം എന്ന് പറയാവുന്നത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് എന്ന് കാണാം. ഈ കാണം തീര്, ജമ്മം തീര് എന്ന് പറഞ്ഞിട്ട് പഴയ ആൾക്കാർക്കറിയാം 2 തരം തീരുകളുണ്ട്. കാണം തീര് എന്ന് പറയുന്നത് 9 തരം കാണം തീരുകളുണ്ട്. കാണം തീര് എന്ന് പറയുന്നത് പാട്ടത്തിന് വേണ്ടി ജമ്മിയിൽ നിന്ന് എടുത്ത സ്ഥലം പിന്നീട് ജമ്മിയുടെ അവകാശം കൊടുത്തുകൊണ്ട്
രജിസ്റ്ററായി വാങ്ങുന്നതിനാണ് കാണം തീര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം അതന്നെയാണ്. പാട്ടത്തിനടുത്ത് തിരിച്ചു കൊടുക്കാത്തതാണെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. സംഭവം അങ്ങനെയല്ല. പാട്ടത്തിന് 1820 എടുത്തു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ വില്ലൻ ലോകനൊക്കെ പറയുന്നത് പാട്ടത്തിനെടുത്തിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാതിരുന്നു എന്നാണ്. അങ്ങനെയല്ല സംഭവം. 1820 പാട്ടത്തിനെടുത്തു. 1822 അല്ലെങ്കിൽ 24 അത് പിന്നെ തീരായിട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷം പരമാവധി 4 വർഷത്തിൽ താഴെ പാട്ടം നൽകിക്കൊണ്ട് പോരുകയും പിന്നീട് രജിസ്റ്ററായി വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ആ സ്ഥലം ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുട്ടിച്ചിറയിൽ നിന്ന് ചമ്മാട്ടേക്ക് പോകുന്ന റോഡിന് വലതു ഭാഗത്ത് എവിടെയോ ആണ് ആ സ്ഥലം എന്നാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഈ നാട്ടുകാരനായതല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സ്ഥലം അറിയില്ല. ഒരു പള്ളിയും ഒരു വീടൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് വായനകളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു കള ഉണ്ടായിരുന്നു. കൃഷി ഒക്കെ കഴിഞ്ഞാൽ നെല്ലൊക്കെ മെതിക്കുക, അത് വീതം വെക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കളം. അതിൻ്റെ അടുത്ത് ഒരു കിണർ, ഒരു വെള്ളത്തടാകം തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്നത്തേക്ക് ഒരു രീതി അനുസരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് മനുഷ്യന്മാരും കുളിക്കും, വേറൊരു ഭാഗത്ത് മൃഗങ്ങളും കുളിക്കും. അങ്ങനെയാണ്. കന്നുകളെ കഴുകും ഒരു ഭാഗത്ത് മനുഷ്യന്മാരെ കുളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കന്നുകളെ കഴുകുകയും കന്നുകാലികളെ കഴുകുകയും മനുഷ്യന്മാർ കുളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുള്ള ഒരു മതിൽ നിർമ്മിച്ചു എന്നാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് വളരെ വിശ്വസ്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പള്ളിയുടെ ചുമരി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. സംഭവം അങ്ങനെയല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ കുളത്തിന് 2 ഭാഗമാക്കി തിരിക്കാൻ, ഒരു ഭാഗം മൃഗങ്ങൾക്ക് കഴുകാനും അവർക്ക് വെള്ളം കൊടുക്കാനും, മറ്റൊരു ഭാഗം മനുഷ്യന്മാർക്ക് കുളിക്കാനും വേണ്ടിയിട്ട് 2 ഭാഗമാക്കിയിട്ട് അതിനെ തിരിച്ചു. ഈ തിരിച്ചതിനെതിരെ നേരത്തെ കാണം തീരായി വാങ്ങിയിട്ടുള്ള ആളുടെ മകൻ തിരുരങ്ങാടി തഹസിൽദാർക്ക് ഒരു പരാതി കൊടുത്തു. ഈ പരാതിയിൽ അന്വേഷണമില്ലാതെ നടപടിക്കൊരുങ്ങി. എന്താ വെച്ചാൽ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ജമ്മികളുടെ ഭാഗത്താണ് മിക്കവാറും ഗവൺമെന്റ് നിൽക്കുക. കാരണം ഭൂമികളൊക്കെ അവരതാണ്. അതുകൊണ്ട് ഭരണം നിലനിർത്താൻ കഴിയണമെങ്കിൽ ജമ്മിമാരുടെ ഭാഗത്ത് നിൽക്കണം. ഏകദേശം പള്ളിപ്പുറ യുദ്ധം, കൊളത്തൂർ യുദ്ധം, ചേറൂർ യുദ്ധം ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരേ രൂപത്തിലാണ് കാണുക. ഗവൺമെന്റ് എപ്പോഴും ജമ്മികളുടെ ഭാഗത്ത് നിൽക്കും. ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളത്ര ആഴത്തിൽ പഠിക്കേണ്ടതല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. ഭൂമിയെല്ലാം ജമ്മിയുടേതാണ്. കുടിയാന്മാര് അതിൽ കൃഷിക്ക് വേണ്ടി എടുക്കും. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും, അവർക്കാണ് കാണക്കാരൻ എന്ന് പറയുന്നത്. കാണക്കാരൻ ഇല്ലാത്ത തീരുകൾക്കാണ് ജമ്മം തീര് എന്ന് പറയുന്നത്. കാണക്കാരൻ ഉള്ളതിനാണ് കാണം തീര് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരാളുണ്ടാവും, ജമ്മിയുടെയും കുടിയാന്റെയും ഇടയിൽ. കുടിയാൻ എന്ന് പറയുന്ന കർഷകന്മാര് കൃഷി ചെയ്യും. കൃഷി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്ന് റെഡിയാക്കിയിട്ട് ഓൽക്ക് ആവശ്യമുള്ളത് ഓലാണ് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് തരും. ശരിക്കും വേണ്ട എന്താ വെച്ചാൽ ഓല അവകാശമാണ് കൊടുത്തുകൊണ്ട് ബാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ സംഭവം അങ്ങനെയല്ല ഉള്ളത്. ഓൽക്ക് വേണ്ടതൊക്കെ ഓലാണ് കൊണ്ടുപോകും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് തരും. ഇതാണ് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭാരതത്തിൽ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന ശരിക്കും ലിബറലിസം, നമ്മൾ പുതിയതായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ലിബറലിസം. ലിബറലിസം എന്ന വാക്ക് വ്യാപകമാകാനുണ്ടായ കാരണം ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥയാണ്. ജമ്മി കുടിയാൻ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല, തത്തുല്യമായ വ്യവസ്ഥ ലോകത്തിന്റെ പല നാടുകളിലും നിലനിന്നിട്ടുണ്ടായിരുന്നു. ജമ്മികളിൽ നിന്ന് ഭൂമികളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വന്ന സ്വതന്ത്രതാവാദമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. 1960കളിലാണ് ഈ ലിബറലിസം എന്ന ഈ വാദം ആദ്യമായിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് വരുന്നത് രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അതുകൊണ്ട് ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജാവിൻ്റെ അനന്തരാവകാശികൾ തന്നെ അടുത്ത രാജാവായിരിക്കണം എന്നൊരു വിശ്വാസം. രാജാധികാരം രാജാക്കന്മാരുടെ തറവാട്ടിൽ നിന്ന് എന്തായാലും വിട്ടുപോരൂല, ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലെ പണ്ഡിതന്മാർക്ക് പൗരോഹിത്യം നൽകുന്ന ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു. പണ്ഡിതന്മാര് പുരോഹിതന്മാരാണ്. അവരുടെ അടുക്കൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരെടുത്ത് എന്ന് പറഞ്ഞ്
പുരോഹിതം പൊരുത്തപ്പെട്ടാൽ അതോടുകൂടെ അവസാനിച്ചു എന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ വന്നിട്ട് 1960 വന്നിട്ടുള്ള സമരമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ലിബറലിസം എന്ന് പറയുന്നത്. ആ ലിബറലിസം പിന്നീട് ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ അറിയപ്പെട്ടു. അതിന്റെ ഭാഗമായി നമ്മളെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ലിബറലിസം എന്ന് പറയുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള ലിബറൽ ചിന്താഗതികളായിരുന്നു. പിന്നീട് അതിങ്ങനെ മാറി മാറി പലതരത്തിലേക്ക് മാറി സോഷ്യൽ ലിബറലിസം എന്ന പേരിൽ പിന്നൊരു സംഗതി വന്നു. സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ പൾസ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പറയാ എന്നതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞൊരു സാധനമാണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. തൊട്ടു മുമ്പുള്ളതാണ് സോഷ്യൽ ലിബറലിസം. സോഷ്യൽ ലിബറലിസവും പൊളിറ്റിക്കൽ ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം, സോഷ്യൽ ലിബറലിസം നാട്ടു നടപ്പിനെതിരെ പറയും. അതായത് ഉദാഹരണം എങ്ങനെ മനസ്സിലാക്കുക, ഒരു നാട്ടില് ആണ് പെണ്ണിനെയും പെണ്ണാണിനെയുമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ നാട്ടിൽ പറയും ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, ആണിനെയാണ് കല്യാണം കഴിക്കേണ്ടത്, പെണ്ണ് പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയും. സങ്കല്പിക്കുക, ഏതെങ്കിലും ഒരു നാട്ടില് പെണ്ണ് പെണ്ണിനെയും ആണിനെയും കല്യാണം കഴിക്കണുണ്ട് എന്ന് വിചാരിച്ചോളി, അവിടെ നേരെ ഓപ്പോസിറ്റ് പറയും ഇങ്ങനെയൊന്നല്ല വേണ്ടത്, പെണ്ണ് ആണിനെ, ആണ് പെണ്ണ്. ഇതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞത്. ഒരു നാട്ടിൽ എങ്ങനെയാണോ നടപ്പുള്ളയിച്ചാൽ അതിൻ്റെ എതിര് പറയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നതാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം ആണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയാം. വോട്ട് കിട്ടിയില്ല എന്ന് തോന്നിയാലോ മാറ്റി പറയും. അതാണ് ഇന്ന് നിലവിലുള്ള ലിബറലിസം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിനൊരു തുടക്കം ഉണ്ടായിരുന്നു. ആ തുടക്കം ഭാരതത്തിലേക്ക് വരുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള സ്വതന്ത്രതാവാദമായിട്ടാണ് വരുന്നത്. അത് ഏകദേശം 1810 മുതൽ ആരംഭിച്ച് പിന്നെ ഇങ്ങനെ തുടർന്നു. അതിൻ്റെ മൂർധന്യ ദശ ഉണ്ടായിരുന്നത് 960-കൾക്ക് ശേഷമാണ്. അതിൻ്റെ മുമ്പ് ഒരു ഒതുങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അവർ ജമ്മിമാരുടെ പക്ഷത്തു നിന്നു എന്നതാണ്. സാധാരണ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ജമ്മിമാരുടെ പക്ഷത്താണ് നിന്നത്. അവർ വിചാരിച്ചത്, അവർക്കതിൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടുണ്ടായിട്ടൊന്നുമല്ല, ഓല ഭരണം നിലനിൽക്കാൻ ജമ്മികളുടെ പക്ഷത്ത് നിൽക്കലാണ് നല്ലത് എന്നവർക്ക് തോന്നിയതാണ് അവർ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവുമായി അതിലുള്ള നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അന്വേഷണങ്ങൾക്കൊന്നും നിൽക്കാതെ കുറ്റക്കാർ എന്ന് അവർ ആരോപിച്ച ആളുകൾക്കെതിരെ പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്തു നിന്നും കലക്ടറുടെ ഭാഗത്തു നിന്നും തഹസിൽദാറുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായി. ആ ഒരുക്കങ്ങൾ പല നിലക്ക് നീങ്ങി. റമദാൻ 28-നാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഷവ്വാൽ 6-നാണ് ഈ മുട്ടിച്ചിറ യുദ്ധം നടക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എല്ലാ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. ചരിത്രമാകുമ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കാം. റമദാൻ 29-നാണ് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞതനുസരിച്ച് ഷവ്വാൽ 6-നാണ് നടക്കുന്നത്. അതിനനുബന്ധമായ ചില ഒരുക്കങ്ങൾ നേരത്തെ ഉണ്ടായി. പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരുക്കം. എന്തേലൊക്കെ ചെയ്തുകാണ്ട് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക. പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നമ്മളാൾക്കാർ അക്കാലത്ത് നിരായുധരാണ്. ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ചില പിച്ചാൻ കത്തി ഉണ്ടാവും, വെറ്റില മുറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തി ഉണ്ടാവും, കൂട്ടാൻ കത്തി ഉണ്ടാവും, പരമാവധി ഉണ്ടാകും മടാളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാകുക. അവരുടെ അടുത്ത് വളരെ വലിയ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. പ്രകോപനം ഉണ്ടാക്കിയാൽ നമ്മളാണ്ട് ഇറങ്ങും. അപ്പോൾ അവർക്ക് കൊല്ലാൻ സുഖമാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിലുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ ഈ കാലയളവിൽ നടന്ന എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ പള്ളിയേറ്റൊരു ബന്ധം ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ നാട്ടിൽ കൊളത്തൂരിൽ ശ്രോതാക്കന്മാരുണ്ട്. അതേമാതിരി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഷഹീദായ ആൾക്കാരാണ്. അതിനും ഒരു പള്ളി അതിൻ്റെ ഒരു അസലിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു പള്ളിക്ക് കുറ്റിയടിക്കുന്നു, കുറ്റി അടിച്ച സ്ഥലത്ത് നിന്ന് ആ കുറ്റി പറിച്ചിടുന്നു, വേറൊരു സ്ഥലത്ത് കുറ്റിയടിക്കുന്നു, അങ്ങനെ പള്ളി ഉണ്ടാകുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്നു.
പള്ളിയിൽ ജുമാ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നീണ്ടുപോകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. നമ്മളെ മലപ്പുറം ശ്രോതാക്കളുടെ താരീഖ് പരിശോധിക്കുമ്പോൾ അതിലും ഒരു പള്ളിയുമായി അതിനൊരു ബന്ധം കാണാൻ പറ്റും. ഇതിനൊരു കാരണമുണ്ട്. ലോകത്തെ എല്ലായിടത്തും മുസ്ലിങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കാണാം. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധമില്ലെങ്കിലും അനുബന്ധമായിട്ടൊരു കാര്യം പറയാം. നമ്മളൊക്കെ നാട്ടിലെ പഴയ പള്ളികൾ, ഇപ്പോൾ തിരുരങ്ങാടി പള്ളി അങ്ങനെയൊക്കെയുള്ള പഴയ പള്ളികളൊക്കെ എടുത്തു നോക്കിയാൽ ആ പള്ളികൾക്കൊരു പ്രത്യേക രീതി ഉണ്ടാവും. ഒരു മിഹ്റാബുള്ള ഔത്തപ്പള്ളി എന്നുകൊണ്ടൊരു പള്ളി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാമത്തെ പള്ളി ഉണ്ടാവും, പുറത്തെ പള്ളി എന്നുകൊണ്ട് രണ്ടാമത്തെ ഒരു പള്ളി. ഒന്നാമത്തെ പള്ളിയിൽ മിഹ്റാബുണ്ട്, രണ്ടാമത്തെ പള്ളിയിൽ നിന്നും മുകളിലേക്ക് കോണി ഉണ്ടാവും, രണ്ടാം പള്ളിയിൽ നിന്ന്. പിന്നെ ഈ രണ്ട് പള്ളിയും കഴിഞ്ഞതിന് ശേഷം 3 ഭാഗം താഴ്വര ഉണ്ടാകും. ചില പള്ളിക്ക് 4 ഭാഗം ഉണ്ടാവും. ഫ്രണ്ടിലൊരു താഴ്വര ഉണ്ടാവും. എല്ലാ പള്ളികൾക്കും 3 ഭാഗത്ത് എന്തായാലും താഴ്വര ഉണ്ടാവും. കയറി ചെല്ലണ സ്ഥലത്ത് ഈ പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ളതുപോലെ ചേറ്റുമ്പടിയൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ ചാരി ഇരിക്കാനും തൂണും ഇങ്ങനെ ചാരി ഇരിക്കണ അയ്യൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും. നമ്മളെ മലബാറിൽ നിന്ന് തെക്കോട്ട് പോയാൽ ഈ സ്ഥലം താഴ്ചയായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. മലബാറിൽ നിന്ന് വടക്കോട്ട് പോയാൽ ആ സ്ഥലം ഉയർത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ കാസർഗോഡൊക്കെ നമ്മൾ ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അവിടേക്ക് കയറുമ്പോൾ ആദ്യം ഇരുന്ന് പിന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് പിന്നെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ കയറി പോവുക. ആ സമയത്ത് തെക്കോട്ടൊക്കെ പോയാൽ ആ സ്ഥലം ഇങ്ങനെ ലേശം താഴ്ത്തിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുക. ഇത് വഖഫ് ചെയ്യാത്ത സ്ഥലമായിരിക്കും. കയറി ചെല്ലിനോടത്ത് ആദ്യമുള്ള സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. 2 ചെരുവും ചിലപ്പോൾ മുൻഭാഗവും വഖഫ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് വാതിലുകൾ ഉണ്ടാവും. ജനലിനൊക്കെ പകരം വാതിലുണ്ടാകുക പഴയ പള്ളികൾക്ക്. ജനലിനൊക്കെ പകരം ഇങ്ങനെ ഒരുപാട് തുരുതുരയ വാതിലുകൾ വെച്ചിട്ടുണ്ടാവും. വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും. പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു പള്ളിക്കുളം ഉണ്ടായിരിക്കും. അങ്ങനെ ആളുകൾ ഉച്ചക്കൊക്കെ പണി മാറ്റിയാൽ പള്ളിക്കുളത്തിൽ പള്ളിപ്പറമ്പിൽ വന്ന് കാര്യം സാധിക്കും. പള്ളിക്കുളത്തിൽ ഇറങ്ങി പിന്നെ മനോഹരം ചെയ്യും, പൊതുണ്ടാക്കും, പള്ളിയിൽ കയറി നിസ്കരിക്കും, പള്ളിന്റെ ചെരുവിൽ കിടന്നുറങ്ങും. വീട്ടിൽ വിരുന്നേരൊക്കെ വന്നാൽ വീട്ടിൽ സ്ഥലം കുറവേക്കാരം. അപ്പൊ ഉള്ള റൂം വിരുന്നേർക്ക് കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ വരും. ചോറൊക്കെ വെച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് പെരക്കാരൻ പള്ളിയിൽ വന്നിട്ട് കിടക്കും. വിരുന്നേർക്ക് ഉള്ള സ്ഥലം കൊടുക്കുകയും ചെയ്യും. വീടുകളിലൊക്കെ സ്ഥലം കുറവാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ നാട്ടിലും ചില കാരണന്മാരുണ്ടാവും. കാരണന്മാര് പുറത്തിറങ്ങിയിട്ട് ആ ചാരുപടിയിൽ ഇങ്ങനെ ചാരിയിട്ട് തൂണുമൊക്കെ കൈയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കും. അപ്പൊ ആൾക്കാര് അങ്ങാടിയിൽ കച്ചവടം ചെയ്യണേലുണ്ടായ പ്രശ്നം, ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റിയത്, മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത്, മരോള് വരാത്തത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കാരണന്മാരോട് ചെന്ന് പറയും. കാരണന്മാർ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഏകദേശം അനുയോജ്യമാണെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കും. തീരുമാനമായി ഇങ്ങനെ ഏകദേശം വരുമ്പോ പള്ളിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് മൂത്ത കാരണം ഒരു തീരുമാനം പ്രഖ്യാപിക്കും. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അൽ ഫാത്തിഹ നെല്ലിങ്ങാണ്ട് ദോരന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു രീതിയാണ് പള്ളിയിൽ പോയി പറയാ എന്ന് പറഞ്ഞത്. നമ്മൾ തമ്മ് തെറ്റിയാ പറയും ഇജ്ജ് പള്ളിയിൽ പോയി പറഞ്ഞാടാന്ന് പറയും. ആ സാധനം ഇതാണ്. ഇത് ക്രിസ്ത്യാനികൾക്കിടയിലും ഇതേമാതിരിണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, തെക്കോട്ട് പോയാൽ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്. നമ്മളിങ്ങനെയുണ്ട് എറണാകുളം വിട്ടാണ് പോയാൽ മാപ്പിളാര് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചാണ്. ഈ ഒരേ രീതി മാപ്പിളാര് എന്ന് പറഞ്ഞ വിഭാഗത്തിലുണ്ട്. അതായത് ക്രിസ്ത്യാനികളിലുണ്ട്. ഈ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞത് അവർക്കും ഉണ്ട്, പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞ ഒരു രീതി നമുക്കുണ്ട്. ഇത് ഏകദേശം 920-കൾ വരെ നിലനിന്നിട്ടുണ്ട് എന്നാണ്. 920-കൾക്ക് ശേഷം ആദ്യമായി മുസ്ലിങ്ങൾക്ക് അങ്ങാടിയിൽ ഓഫീസ് വന്നു. അതിനു മുമ്പ് അങ്ങാടിയത്തെ പ്രശ്നം പള്ളിയിൽ നിന്ന് തീർത്തിരുന്നത് 920-കൾക്ക് ശേഷം പള്ളിയത്തെ പ്രശ്നം അങ്ങാടിയിൽ നിന്ന് തീർക്കുക രൂപത്തിലേക്ക് മാറി. ഇന്നിപ്പോൾ നമ്മൾ പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചർച്ചയില്ല, ചർച്ചയൊക്കെ അങ്ങാടി ചെന്നിട്ടുണ്ടാകുക. 920-കൾക്ക് മുമ്പ് അങ്ങാടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ചർച്ചയും തീരുമാനമൊക്കെ പള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുക. ഈ പള്ളിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന മുസ്ലിങ്ങളുടെ ആശാ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളികൾ എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാം മതം പ്രചരിച്ചിട്ടുണ്ടോ അവിടൊക്കെ 2 കാര്യങ്ങൾ കാണാൻ പറ്റും.
ഒന്ന് റിലീഫിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണാൻ പറ്റും. 2 പള്ളി നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളതായിട്ടും കാണാൻ പറ്റും. റിലീഫിന് വലിയ പ്രാധാന്യം ഇസ്ലാമിക പ്രചരണം നടന്ന എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് പള്ളി നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ യുദ്ധങ്ങളിലൊക്കെ ഒരു പള്ളിയോട് ബന്ധപ്പെട്ട ഒരു ടച്ച് കാണുന്നത്. എന്തായാലും പള്ളി നിർമ്മിച്ചിരുന്നു. പള്ളിയോടനുബന്ധിച്ച് വെള്ളത്തിൻ്റെ ഒരു ശേഖരം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തിരുരങ്ങാടി തഹസിൽദാർക്ക് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ അന്വേഷണമൊന്നും കൂടാതെ തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തത് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർധന്യ ദശയിലെത്താനുള്ള ഒരു കാരണം എന്ന നിലക്ക് നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചില സംഭാഷണങ്ങളൊക്കെ നടന്നു. പിന്നെ ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാറുടെ ഉദ്യോഗസ്ഥൻ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികളായ ശുഹദാക്കൾക്ക് സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. വേറെ അഭിപ്രായത്തിൽ ഫർദ് നോമ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ വരുന്നത് 29-നാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ ഫർദ് നോമ്പാണ്. പക്ഷെ ഭൂരിഭാഗം ചരിത്രകാരന്മാരും സുന്നത്ത് നോമ്പാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഷവ്വാലിലെ 6 നോമ്പ് എന്ന സുന്നത്ത് നോമ്പുള്ള സമയത്താണ്. അവർ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ വരാം, നോമ്പ് തുറന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം വരാം എന്നാണ് പറയുന്നത്. ഈ ചരിത്രം ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പരതി നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചരിത്രം. മാപ്പിള പഠനങ്ങൾ എന്ന് പറയുന്ന M. ഗംഗാധരന്റെ ഒരു പുസ്തകമുണ്ട്. നല്ലൊരു റെഫറൻസ് ആണ്. അതിൽ ഈ ചെറൂർ പിന്നെ മുട്ടിച്ചിറ ശോതാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. പിന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ചരിത്രം ലേശം വളച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പിന്നെ അതിലാണ് ഇത് പറഞ്ഞത്, ഈ പിന്നെ കാണമായി പാട്ടത്തിനെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാതിരുന്നതാണെന്ന്. സംഭവം അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. മറ്റു പുസ്തകങ്ങളിലൊക്കെ അതിനെതിര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, വാങ്ങിയത് കാണാം ആയിട്ട് പാട്ടത്തിനാണ്. പക്ഷെ 2 വർഷം 1822 അല്ലെങ്കിൽ 24 മുമ്പോ അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ രജിസ്റ്റർ ചെയ്ത് വാങ്ങി എന്ന സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആദ്യ കാണക്കാരൻ്റെ മകൻ കൊടുത്ത ഒരു പരാതിയിൽ അന്വേഷണമില്ലാതെ ആക്ഷൻ എടുക്കാൻ പോയതാണ് കാരണം. അല്ലാതെ അതിൽ അനധികൃതമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. രജിസ്റ്ററായിട്ട് വാങ്ങിയത് തന്നെയാണ്. അതിൽ തന്നെയാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത്, അതിൽ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്, അതിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. എല്ലാം അതിൽ തന്നെയാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഈ വില്യം ലോഗൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അയാൾക്ക് കിട്ടിയ വിവരം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ചരിത്രത്തെ നേരാമണ്ണ് എഴുതുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ നമുക്ക് അയാൾ അങ്ങനെയാണ് വിചാരിക്കാൻ നല്ലത്. അയാൾക്ക് കിട്ടിയ ചരിത്രം അങ്ങനെ ആയിരിക്കാം. പക്ഷെ മറ്റുള്ള ചരിത്രകാരന്മാരൊന്നും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത് കാണം തീരായി ആധാരം കൈവശമുള്ള ഭൂമിയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്ന പുസ്തകമുണ്ട്, KK മുഹമ്മദ് അബ്ദുൽ കരീമിൻ്റെ. അതിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മലബാർ കലാപം പ്രബുദ്ധത്തിനും രാജവാഴ്ചക്കുമെതിരെ എന്ന KN പണിക്കരുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്. മാപ്പിള മലബാർ എന്നൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ. അതിൽ പറയുന്നുണ്ട്, മമ്പുറം തങ്ങൾ ജീവിതം ആത്മീയത പോരാട്ടം എന്ന അസാസ് ബുക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അതിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ചരിത്രത്തിലുള്ളൂ. എന്നാലും ഭൂരിഭാഗം ആൾക്കാരും ഒരേ ലൈനിലാണ് ചരിത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനമായി ഉണ്ടായ ഒരു പരാതിയിൽ ഹാജരാവാൻ പറയുന്നു. ഹാജരാവാൻ പറഞ്ഞത് സുന്നത്ത് നോമ്പുള്ള സമയമാണ്. ഹാജരാവാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഹാജരായാൽ സാധാരണഗതിയിൽ നടക്കുക അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താൽ ജയിലിലടക്കും, അവസാനം തൂക്കിക്കൊല്ലും. ഇതാണ് നടക്കുക. സാധാരണഗതിയിൽ അങ്ങനെയാണ് നടന്നു വരുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണമുള്ളത്, നോമ്പായതുകൊണ്ട് നടന്ന് നോമ്പ് നോറ്റ് അങ്ങോട്ട് പോകാനുള്ളൊരു വിഷമുണ്ട്. അപ്പം നോമ്പ് തുറന്ന് കഞ്ഞി കുടിച്ച് ആശ്വാസത്തിൽ വരാം എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഓർക്ക് യുദ്ധം നടക്കുകയാണ് വേണ്ടത്. അതിനാണ് സമ്മതിക്കാതിരിക്കാൻ കാരണം. അവർക്ക് യുദ്ധം നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അപ്പൊ പിന്നെ അത് വെല്ലുവിളികളായി. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്തായാലും മരിക്കും എന്ന് ഉറപ്പാണ്. കാരണം പിടിച്ചു കൊണ്ടുപോയാൽ ജയിലിലടക്കുക,
വിചാരണ നടക്കുക, വിചാരണ ഓൽക്ക് അനുകൂലമാക്കുക, തൂക്കിക്കൊല്ല. ഇതാണ് നടക്കാൻ പോണത്. എന്തായാലും മരിക്കുമല്ലോ. എന്തായാലും മരിക്കുകയാണെങ്കിൽ അത് ആത്മാഭിമാനത്തോടുകൂടി രാജ്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി പൊരുതി മരിക്കാമെന്ന് തീരുമാനിച്ചു. ആ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾ അതിന് വലിയ പിന്തുണ നൽകി. രാത്രി സമയങ്ങളിലൊക്കെ ഈ മുട്ടിച്ചിറ, ഈ പള്ളി നിൽക്കുന്ന ഈ സ്ഥലം വള്ളികൾ നിറഞ്ഞ ഒരു കാടായിരുന്നു എന്നാണ് പുസ്തകങ്ങളിൽ കാണുന്നത്. ഇപ്പം ഈ പള്ളി നിൽക്കുന്ന സ്ഥലം, ഈ പ്രശ്നം ഉണ്ടാകുന്ന പള്ളി ഇതല്ല, അത് വേറെ പള്ളിയാണ്. ഇവിടെ അന്ന് വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടായിരുന്നു. അവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലായിരുന്നു ആളുകൾ അഭയം തേടിയിരുന്നത്. രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്ത് തട്ടത്തിൻ്റെ മറയത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും നോമ്പ് തുറക്കുക, അത്താഴം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ആണുങ്ങൾക്ക് മാത്രമല്ല അക്കാലത്ത് ധൈര്യം ഉണ്ടായിരുന്നത്, പെണ്ണുങ്ങൾക്കും നല്ലോണം ധൈര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ കൂടി ഇതിൽ ഒരു നിലക്ക് പങ്കു ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഇസ്ലാമിലെ എല്ലാ യുദ്ധങ്ങളിലും സ്ത്രീകളുടെ പങ്ക് കാണാൻ വേണ്ടി പറ്റും. ഈ യുദ്ധത്തിലും സ്ത്രീകളുടെ പങ്കിനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ പള്ളിയിൽ, ഈ നിൽക്കുന്ന വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളിയിലായിരുന്നു യോദ്ധാക്കളായ ആളുകൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊണ്ടു നിൽക്കും, നോമ്പനുഷ്ഠിക്കും, അത് നോമ്പ് വെൽക്കും, നോമ്പ് തുറക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരോട് യുദ്ധത്തിന് വേണ്ടി 40 പട്ടാളക്കാരാണ് വന്നത് എന്നാണ് താരീഖിൽ കാണുന്നത്. ഒരു പട്ടാള കമാൻഡറുടെ പേരുകളൊന്നും ഞാൻ മനഃപൂർവ്വം ഉദ്ധരിക്കാതിരിക്കുകയാണ്. അത് നമുക്ക് പിന്നെ ഫദീലത്ത് കിട്ടുന്ന പേരൊന്നല്ലല്ലോ. ഏത് പേര്? ഈ പിന്നെ ജമ്മിയുടെ പേരും അങ്ങനത്തെ പേരൊന്നും ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയണതാണ്. പിന്നെ നമ്മുടെ ഒരു അനുസ്മരണം പറയുമ്പോൾ അതിൻ്റെ ഒരു രൂപത്തിൽ അങ്ങനെ പറയണമല്ലോ എന്ന് എഴുതിയിട്ട് പറയേണ്ട പേരുണ്ട്, ശ്രോതാക്കളുടെ പേരാണ്. അത് ഞാൻ ലാസ്റ്റ് പറയുകയും ചെയ്യാം. മറ്റൊന്നും ഇപ്പം നമ്മളങ്ങനെ പറയേണ്ട ഒരു പേരല്ല. നമ്മൾ ഈ ഓമാനൂർ ശ്രോതാക്കളെ മൗലൂദ് ഓതുമ്പോൾ അതിൽ ചില പേര് വരും. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. എന്ന മാതിരി നമ്മൾ പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് നടക്കാവുമ്പോൾ ആ പേരൊന്നും ഇപ്പം നമ്മളങ്ങനെ പറയേണ്ടതല്ല. എന്തായാലും പിന്നെ തഹസിൽദാറുടെ ആവശ്യപ്രകാരം ജില്ലാ കലക്ടർ ഓർഡർ ഇടുന്നതിനനുസരിച്ച് 40 പട്ടാളക്കാരടങ്ങിയ ഒരു ബറ്റാലിയനാണ് വന്നത്. അവരുടെ അടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഓലെ മധ്യസ്ഥ ശ്രമത്തിൽ ഒരു ദുരൂഹത ഉണ്ട്. മദ്യം പറഞ്ഞങ്ങാണ്ട് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പോണത് ഈ പണി തന്നെയാണ്. അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോകും, വിചാരണ ചെയ്യും, തൂക്കിക്കൊല്ലും. ഇതാണ് അല്ലെങ്കിൽ നാടുകടത്തും. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യാൻ പോണത്. അപ്പൊ മധ്യസ്ഥത എന്ന് പറയുന്നത് യോദ്ധാക്കൾക്കറിയാം ആ മധ്യസ്ഥത തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഇറങ്ങിക്കിട്ടാനാണ്, അല്ലാതെ കഴിച്ചിലാകാനുള്ളതല്ല എന്ന്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇറങ്ങാതിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ നോമ്പറന്നതിന് ശേഷം വരാം, കഞ്ഞി കുടിച്ചതിന് ശേഷം വരാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല. തയ്യാറാവാതെ വന്നപ്പോൾ പിന്നീട് ആദ്യം ഒരു കൊലപാതകം നടന്നു, പിന്നീട് ഒന്നുകൂടെ നടന്നു, പിന്നീട് എല്ലാ ആളുകളെയും കൊല ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പട്ടാളക്കാർ ഒന്നിച്ച് പള്ളിയിലേക്ക് കയറുകയും അങ്ങനെ അവരെ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ശ്രോതാക്കന്മാരുടെ മക്കാമിൽ എഴുതി വെച്ച റിക്കാർഡ് അനുസരിച്ച് ശ്രോതാക്കന്മാരുടെ പേര്, ഒന്ന് മാതാരി മൊല്ലമൂപ്പൻ എന്ന് പറയുന്ന ആളാണ്. മറ്റൊന്ന് കൈതകത്ത് മുല്ലക്കുഞ്ഞി ഹസ്സൻ എന്ന് പറയുന്ന ആളാണ്. മൂന്നാമത്തേത് കൈതകത്ത് കമ്മുക്കുട്ടി എന്ന് പറയുന്ന ആളാണ്. നാലാമത്തത് റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൊട്ടൊക്കെ തൃപ്തിപ്പെടട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി തരട്ടെ. വേറെ നാലാമത്തെ ആള് കൈതകത്ത് പതിയിൽ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന മഹാനുഭാവനാണ്. അഞ്ചാമത്തെ, ഈ മുൻഗാമികൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഈ സ്വാലിഹ്യങ്ങളെ പറ്റി പറയാന്ന് പറയല്ലോ, ശരിക്കും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മളെക്കാൾ ഒരുപാട് സ്വാലിഹായിരിക്കും. അത് കുറേ ആണ്ട് മേലേക്ക് പോകുന്നതിനനുസരിച്ച് സ്വലാഹിയത്തിൻ്റെ കതിർ വളരെ കൂടും. ഇപ്പോൾ സ്വാലിഹ്യങ്ങളെ പറയാൻ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 10 മണി 9:30 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ജുമഅക്ക് ചെല്ലും. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ജുമഅത്ത് പള്ളി ഉണ്ട്. ആദ്യം കൊളത്തൂർ വലിയ ജുമഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ തറവാട് പള്ളിക്കാണ് ജുമഅക്ക് പോവുക. അപ്പോൾ ഒരു 10 മണിക്കൊക്കെ ജുമഅക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും, പുറത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും. എനിക്കൊക്കെ സ്ഥലം കിട്ടിയ ചെരുവിലാണ് 10 മണിക്ക് ചെന്നാൽ കേട്ടോ. നമ്മളെ പള്ളികളിലൊക്കെ അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ടാവും. ഇപ്പൊ ബർക്കത്തിന് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പഴയ പള്ളികളിലൊക്കെ അൽക്കഫും സലാത്തും അതെന്താ വെച്ചാല് 3 അൽക്കഫ് ഓതി കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള സലാത്തും ചൊല്ലും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിനാൽ വലഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ജംഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സലാത്താണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞതിലെ ദലായിലുൽ ഖൈറാത്തിലെ ഹിസ്ബു യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ
വെള്ളിയാഴ്ചക്ക് വേണ്ടി കണക്കാക്കപ്പെട്ടുള്ള ഒരു സലാത്താണ്. അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞാൽ ഏടിൻ്റെ പകുതിക്കെന്നാണ്ട് ഉണ്ടാകുക. 3 അൽക്കഫും പിന്നെ സ്വലാത്തും കഴിയുമ്പോത്തിനെ മുക്രിക്കാക്ക ബാങ്ക് കൊടുക്കുള്ളൂ. ഇന്നിപ്പോൾ നമ്മളാണ്ട് ചെന്ന് മുസാഫിൻ്റെ എടുക്കുമ്പോത്തിന് മുക്രി വാങ്ങാൻ കൊടുക്കും. നമ്മളെ കുഴപ്പമല്ല, മൂപ്പരെ കുഴപ്പമാണ്, മൂപ്പർക്ക് നേരം വൈകിയിട്ട് എടുക്കാൻ പോകാം. അപ്പോൾ ഈ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ വല്ലാതെ മേപ്പെട്ടൊന്നും പോണ്ടി വരില്ല. സ്വാലിഹ്യങ്ങൾ പറഞ്ഞാൽ ഒരു 2 തലമുറ അപ്പുറത്തേക്കാണ് പറഞ്ഞാൽ തന്നെ ഓർക്കൊരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ ഒരാഴ്ച 7 ദിവസം സമയം ഉണ്ടായിരുന്നു. ഈ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയുടെ ഒരുക്കം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ തുപ്പുകയും വെറ്റില മുറുക്കി തുപ്പുകയും അഴുക്കാക്കുകയും ചെയ്തത് പ്രകോപനത്തിന് മറ്റൊരു കാരണമായി എന്ന് പറയുന്നുണ്ട്. ഒരു തുടക്കം അങ്ങനെയായി നമ്മുടെ ഈ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരുടെ താരീഖിൽ പറയുന്നുണ്ട്. മമ്പറന്തങ്ങളുടെ സാന്നിധ്യം ഈ യുദ്ധത്തിൽ വളരെ പ്രധാനമാണ്. എല്ലാ വിഷയത്തിനും മമ്പർത്ത് തങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു പഴമക്കാരായ ആളുകൾ നീങ്ങിയിരുന്നത്. അത് പഴയ ആളുകളുടെ ഒരു രീതിയാണ്. പോലെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും പറ്റാവുന്ന ഒരാളോട് അഭിപ്രായം ചോദിക്കും. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്ക് ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യൂല തീരെ. അങ്ങനെയാണ്. ഒരാളെ അഭിപ്രായം പറഞ്ഞതോ ഒരാൾ നിർദ്ദേശം തരുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. അതേ സമയത്ത് പഴമക്കാരങ്ങനെയല്ല, അവരെന്ത് വിഷയങ്ങൾക്കും അഭിപ്രായം ചോദിക്കും. അപ്പം ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ മുറുക്കി തുപ്പുകയും വൃത്തികേടാക്കുകയും ചെയ്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അക്കാലത്തെ ആളുകൾ മമ്പർത്ത് തങ്ങളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. മമ്പർത്ത് തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആരും പ്രകോപനം ഉണ്ടാക്കരുത് എന്നും സംയമനം പാലിക്കണം എന്നും പറയുകയും അങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കേസും കുലുമാലും ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ലാതെ ഹാജരാകാൻ വേണ്ടിയുള്ള ഓർഡർ വരുന്നതും ഹാജരായാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുൻധാരണ ഉണ്ടാകുന്നതും. അങ്ങനെ ശ്രോതാക്കന്മാർ അതേമാതിരി 2ാം പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ മുൻഗാമികളെ കുറിച്ച് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അത് മേലക്ക് 150 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അന്നത്തെ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ആൾക്കാരാണ്. പോലെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സംഗതി. നമ്മൾ ഒരു 3 തലമുറ അപ്പുറത്തേക്ക് എടുത്താൽ തന്നെ സ്വലാഹിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. 4ാമത്തെ ആള് ഞാൻ പറഞ്ഞു കൈതകത്ത് പതിയിൽ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള്. 5ാമത്തെ ആള് റളിയല്ലാഹു അൻഹു കൈതകത്ത് എണ്ണക്കാട്ട് മായും കുട്ടി എന്ന് പറയുന്ന ആള്. 6ാമത്തേത് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ എന്ന് പറയുന്ന ആള്. ഈ വലിയ കുഞ്ഞാലൻ ചെറിയ കുഞ്ഞാലൻ അങ്ങനെ ആയത് ഈ പഴയ ആൾക്കാരുടെ ഓരോ പേരിന്റെ രീതി ഇതിന്റെ കൂട്ടത്തിൽ പറയാം. മുമ്പൊക്കെ ഒരു 10 വീട് ഇങ്ങനെ എടുത്താലേ, ഒരു 10 പേരെങ്ങനെയുണ്ട് ചുറ്റളവിൽ എടുത്താലേ അതിൽ ഒരാളെ പേര് മുഹമ്മദ് ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നിങ്ങനെ ശരിയാക്കിയിട്ട് മഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, മയമി എന്നാക്കിയിട്ടുണ്ടാവും, കുഞ്ഞഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും നാക്കിയിട്ടുണ്ടാവും. അസുലൊന്നാണ്. വലിയ മുഹമ്മദിൻ്റെ അവിടുക്കാണ്ട് എത്തൂലാന്ന് തോന്നുമ്പോൾ വല്ലിപ്പം ഒന്നും ചെറുതാക്കിയിടുന്നതാണ് കുഞ്ഞഹമ്മദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പേരുകളിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, മീതി ഉണ്ടാവും, മീതിയും കുട്ടി ഉണ്ടാവും. ഞാൻ അവർക്ക് പിന്നെ ലക്ഷദ്വീപിൽ ചെന്ന സമയത്ത് അവിടെ നമ്മൾ ലക്ഷദ്വീപ് ചെന്നാൽ പോലീസ് ഓഫീസിൽ ചെന്നിട്ട് SIൻ്റെ മുമ്പിൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ചെന്നപ്പോൾ പിന്നെ SIനോട് പേരെന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പേര് കോയക്കിടാവ് എന്നാണ് പറഞ്ഞു. നമ്മളെ നാട്ടിലെ കോയക്കുട്ടിയാണ് സംഭവം. അവിടെ എത്തിയപ്പോൾ കോയക്കിടാവായതാണ്. ഇങ്ങനെയൊക്കെയുള്ള മലയാളീകരിക്കുമ്പോഴുള്ള വ്യത്യാസം. ഈ വലിയ അഹമ്മദ് റളിയല്ലാഹു അൻഹു വലിയ കുഞ്ഞാലൻ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. 7ാമത്തത് കൈതകത്ത് മമ്പുറത്തെ ഓടക്കടവത്ത് വലിയകത്ത് മൊയ്തീൻ കുട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. 8ാമത്തത് മുട്ടിച്ചിറക്കൽ കുഞ്ഞാപ്പ എന്ന് പറയുന്ന ആള്. 9ാമത്തത് തൊപ്പിയിട്ട മുഹമ്മദ് എന്ന് പറയുന്ന ആള്. 10ാമത്തത് നായന്നൂർ മൊയ്തീൻ എന്ന് പറയുന്ന ആള്. 11ാമത്തെ ഒരാള് പേരറിയാത്ത ഒരാൾ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവർ കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പേരറിയില്ല. ഈ യോദ്ധാക്കൾ പള്ളിയിൽ ഉള്ള സമയത്ത് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പൊതുവെ ബ്രിട്ടീഷുകാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല. ഈ ഒരാൾ പുറത്തുനിന്ന് വന്ന ആളാണെന്ന് പറയുന്നുണ്ട്. കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽപ്പെട്ട അവർ നൽകിയ പരിശീലനങ്ങൾ യുദ്ധത്തിന് കുറേ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പേരറിയാതെ പോയത് എന്നതാണ്. എന്തായാലും ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 11 ആളുകൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഷഹീദായപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കറിയാം ഇവരുടെ ജനാസ
ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇപ്പം നമ്മൾ പല മരണങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും. ചില ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം കടലിൽ കെട്ടി തൂക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പേര് ഞാൻ പറയണില്ല. വലിയ വലിയ മരണങ്ങളൊക്കെ പരിശോധിച്ചാൽ കപ്പലിൽ കൊണ്ടുപോകുന്നു, മയ്യത്ത് എവിടെ മറവ് ചെയ്തതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ജനാസ മറവ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്നത് കൊണ്ട് മൃഗങ്ങളെ മറവ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കല്ലുവെട്ട് കുഴിയിലാണ് ഇവരെ ആദ്യം മറവ് ചെയ്തത് എന്നാണ് താരീഖിലുള്ളത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പറത്ത് തങ്ങൾ എത്തി എന്നിട്ട് വീണ്ടും അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മമ്പറത്ത് തങ്ങൾ രാത്രിയിൽ അവരവിടെ നിന്നെടുത്ത് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ആദ്യമൊക്കെ ചെന്ന സമയത്ത് യുദ്ധത്തിന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പറത്ത് തങ്ങൾ വാപ്പ അതെന്തായാലും മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൊണ്ടുപോയി മറവ് ചെയ്യണം. 2000 ആളുകളാണ് അന്ന് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തതെന്നാണ്. രാത്രിയിൽ ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല. 2000 ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ശുഹദാക്കന്മാരെ അവിടുന്ന് എടുത്തിട്ട് ഒരേ ഖബറിലാണ് എല്ലാവരെയും മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ലാണ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ പള്ളിയുടെ പരിസരത്ത് അവരെ കൊണ്ടുവന്ന് മറവ് ചെയ്തു. അവരുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് 2 ആളുകളായിരുന്നു മരണപ്പെട്ടത്. ആ 2 ആളുകളെ ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ മറവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ മയ്യത്ത് അവർ ഈ കല്ലുവെട്ട് കുഴിയിൽ മറവ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ വെക്കാനുള്ള തീരുമാനമല്ല ഉള്ളത്. കുറച്ചുകാലം അവിടെ വെക്കുക, കാവല് നിൽക്കുക, എല്ലാവരും പിന്തിരിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിങ്ങൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യുക കൂടി ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മറവ് ചെയ്യുക. രാത്രിയാണ് ചെയ്യുന്നത്, നേരം വെക്കുമ്പോഴതിന് കയ്യും വേണം. അങ്ങനെ ഒന്നിച്ച് മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ല് സ്ഥാപിക്കുകയും ചെയ്തിട്ട് അവർ ഈ പള്ളിയുടെ പരിസരത്ത് എത്തിച്ചേർന്നു. അവർ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ശുഹദാക്കളുടെ താരീഖാണ്. ഇനി അനുസ്മരണത്തിലെ മൂന്നാമത്തെ ഒരു ഭാഗം ഇതിലെ ഗുണപാഠങ്ങളാണ്. ഗുണപാഠം എന്ന് പറഞ്ഞത് പഴമക്കാരും പുതിയ നമ്മളെ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. മനുഷ്യൻ്റെ ധൈര്യം ഇല്ലാതെയാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുന്യ വ കറാഹിയത്തുൽ മൗത്ത്. 2 കാര്യങ്ങളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഹുബ്ബുദ്ദുന്യ, ദുനിയാവിനോടുള്ള സ്നേഹവും, കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും പിടികൂടിയാൽ മനുഷ്യൻ്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും. നമുക്ക് ധൈര്യക്കുറവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ 2 എണ്ണമാണ്. ഓൽക്ക് ധൈര്യം ഉണ്ടായതിൻ്റെ കാരണം ഈ 2 എണ്ണം ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, ദുന്യാവിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ ദുന്യാവ് ഇല്ലാതിരിക്കലും ദുന്യാവിനോട് ആഗ്രഹം ഇല്ലാതിരിക്കലും 2ആണ് കേട്ടോ. ദുന്യാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വലിയ പൈസക്കാരനായിരുന്നല്ലോ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള വലിയ പൈസക്കാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. പൈസക്കല്ല കുഴപ്പം, പൈസയുമായി ബന്ധപ്പെട്ട കൽബിനാണ് പ്രശ്നം. മുൻഗാമികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നല്ല, പൈസ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സമ്പന്നരുണ്ട്, സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പാവങ്ങളാവുമ്പോൾ അതിലെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പന്നരൊക്കെ അക്കാലത്ത് അതിൻ്റെ ഒന്ന് രേഷം കണ്ടിരിക്കാനാണ് സംഘാടകർ പറയുന്നത്. ഒന്നും കണ്ട് രേഷം കൊണ്ട് അടുത്തേക്ക് ഇരുന്നാൽ ഞാനൊന്നും നേരമില്ല, എന്നാലും കൂടിയിട്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാം. ഒന്ന്, ഇവർ വലിയ ധൈര്യവാന്മാരായിരുന്നതിൻ്റെ കാരണം. ഒന്ന്, ഹുബ്ബുദ്ദുന്യ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ്. ദുനിയാവില്ല എന്നല്ല കേട്ടോ, പൈസ ഇല്ല, സമ്പത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സമ്പത്തിനോട് ഇലാഖത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ബന്ധമില്ല. പൈസ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാഹിദീങ്ങളുടെ നേതാവാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയൽ പറഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞത് 100 ഒട്ടകവും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാനാണ് കൊടുത്തോളാം എന്നാണ്. 100 ഒട്ടകം എന്നൊക്കെ അന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് 100 ഒട്ടകം. 1 കോടി റുപ്യ ഞാനാണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തുമോ തോന്നിയില്ല എനിക്ക്.
1 കോടി റുപ്യാണ് തരാന്നൊക്കെ പറഞ്ഞാൽ അവിടേക്ക് എത്തൂല എന്നാണ് തോന്നുന്നത്. അതിനേക്കാളും വലിയ വർത്താനാണ് 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞത്. പൈസ ഇല്ലായി അല്ല, പൈസയുമായി ബന്ധപ്പെടുന്ന കൽബില്ല എന്നതാണ് സംഗതി. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തത് കറാഹിയത്തുൽ മൗത്താണ്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, അതേ സമയത്ത് മരണം ആഗ്രഹിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ഹലോ മനുഷ്യന്മാരെ, ഇത് കേൾക്കിട്ട എല്ലാവരും. അസ്രായേൽ ഇപ്പോൾ വന്നു എന്ന് വിചാരിച്ചോളി. അസ്രായേൽ വന്നിട്ട് അസ്സലാമു അലൈക്കും ഞാൻ അസ്രായേലാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചോളി. എന്നാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വഅലൈക്കും അസ്സലാം, ആയിക്കോട്ടെ, എന്താ കുഴപ്പം, ഞാനും നിങ്ങളെ കാത്തുക്ക് തന്നെയായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉദാഹരണം, ചിരിച്ചുകൊണ്ട് മരിച്ചു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. എല്ലാവരും മരിക്കുമ്പോൾ നിലവിളിക്കൊന്നുമില്ല, മരിക്കുമ്പോൾ ചിരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അപ്പോൾ വെറുതെ സങ്കല്പിക്കട്ടോ, ഇന്നിപ്പോൾ അസ്രായേൽ വന്നിട്ട് നമ്മളോട് അസ്സലാമു അലൈക്കും ഞാൻ അസ്രായേലാണ് പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഒന്ന് സങ്കല്പിക്കുക, നാളെ ഈ സമയത്ത് ഞാൻ പോരാ, അങ്ങനെ അവസരം കിട്ടൂല, എന്നാലും വെറുതെ. പക്ഷെ അങ്ങനെ പറയാവുന്നൊരവസ്ഥയിൽ പോലും നമ്മളില്ല. വേണ്ട, ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ല, അടുത്ത തിങ്കളാഴ്ചക്ക് ഞാനൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ അസ്രായേലിനോട് പറയാം, അതും റെഡിയില്ല. വേണ്ട, അടുത്ത മാസം, വേണ്ട വലിയൊരു നാളാണ്ട് കഴിയട്ടെ എന്ന് പറയാനെങ്കിലും നമ്മൾ റെഡി ഉണ്ടോ എന്നുള്ളതല്ല. മുൻഗാമികൾക്കുള്ള വ്യത്യാസം അതാണ്. ഓർക്ക് മരിക്കാൻ ആഗ്രഹം അതുണ്ടാവാൻ പാടില്ല, അതേ സമയത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് അതുണ്ടാവും, നമുക്കതില്ല എന്നുള്ള തന്നെയാണ് പ്രശ്നം. ഇതന്നെയാണ് ഓല് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഓല് എന്തുകൊണ്ടും മുട്ടിച്ചിറ ശ്രോതാക്കളായി എന്നതിൻ്റെ ഉത്തരം അത് തന്നെയായിരുന്നു. ഇത് ഈ ചരിത്രം രേഖപ്പെടുത്തിയ ആൾക്കാരൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്ന പ്രത്യേകത മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ ശുഹദാക്കന്മാർക്ക് പ്രത്യേക പദവി ഉണ്ടെന്നും വിശ്വസിക്കുന്നതിനാൽ വീട്ടിലേക്ക് മടങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നേയില്ല. നേരെ മറിച്ച് എതിരിടാൻ വരുന്നത് 40 തോക്കുധാരികളായ പട്ടാളക്കാരായിട്ട് കാര്യമില്ല, അവർ വീട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹത്തിലാണുള്ളത്. ഈ 2 കാര്യങ്ങൾ, ഒന്ന് ഹുബ്ബുദ്ദുന്യയും 2 കറാഹിയത്തുൽ മൗത്തും അവർക്കില്ലായിരുന്നു എന്നും എനിക്കുണ്ട് എന്നതുമാണ് അവരെയും നമ്മളെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. മുൻഗാമികളെ നമ്മൾ എപ്പോഴും പഠിക്കണം. അവർ വലിയ സാലിഹ്യങ്ങളാണ്. ഓൽക്കും 365 ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ, ഞമ്മക്കും 365 ദിവസമാണ്. ഓൽക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്, ഞമ്മക്കും 24 മണിക്കൂറാണ്. ഓൽക്കും ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്, ഞമ്മക്കും 7 ദിവസമാണ്. അള്ളാഹു തആലക്ക് 2 സ്വർഗ്ഗമില്ല, ഒരു സ്വർഗ്ഗമാണുള്ളത്. 8 വാതിലുണ്ട്. ഏത് വാതിൽ കൂടി ചെന്നാലും ഒരുത്തൂൾക്കാണ് എത്തുക. അവിടെ 950 കൊല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച നൂഹ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരിക്കും. അവിടെ തന്നെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഉള്ളത്. അവിടെ തന്നെയാണ് മുട്ടിച്ചിറ ശ്രോതാക്കളുള്ളത്. അവിടേക്ക് തന്നെയാണ് നമ്മളും ചെല്ലാനുള്ളത്. സ്വർഗം ആഗ്രഹിക്കാം, വേറൊരു സ്വർഗമില്ലല്ലോ. ഓല് പോണ അതേ സ്വർഗമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് പടച്ചോനെ അതേമാതിരി ഒന്ന് ആകെങ്കിലും യുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഷഹീദാവണം എന്നോ അല്ല, അവരുടെ മനക്കരുത്ത് പോലെയുള്ളൊരു മനക്കരുത്ത്, അവരുടെ ക്വാളിറ്റി എന്തായിരുന്നോ ആ ക്വാളിറ്റിയെ നേടിയെടുക്കാനുള്ള ഒരു സന്നദ്ധത അത് നമുക്കുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാനെങ്കിലും കഴിയുക എന്നതാണ് ചരിത്ര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാലവും ഒരുപോലെയല്ല, എല്ലാ സാഹചര്യവും ഒരുപോലെയല്ല. ഇക്കാലത്തെ മുത്തഖീങ്ങളായി, ഇക്കാലത്തെ ഏറ്റവും ഈമാനുള്ള മുഅ്മിനീങ്ങളായി, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാലിഹീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. അതിനായിരിക്കണം മുൻഗാമികളായ മഹത്തുക്കളെ നമ്മൾ അനുസ്മരിക്കുകയും ഓർക്കുകയുമെല്ലാം ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഈ അനുസ്മരണ പ്രസംഗത്തിൻ്റെ ഭാഗമായി